റിയൽമിയുടെ റിയൽമി 11 പ്രോ പ്ലസ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 28,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി 11 പ്രോ പ്ലസ് എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമുക്ക് മൊത്തത്തിൽ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയാവുന്നതാണ്. ഈ ഒരു ഫോണിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. AMOLED ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 61 ഡിഗ്രിയോളം കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ ഡിസ്പ്ലേയിൽ 10-bit ഡിസ്പ്ലേ, HDR10+ ഇതുപോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 360 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. അതുമാത്രമല്ല 1260 ഹെർട്സിന്റെ ഇൻസ്റ്റന്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്നുള്ള ഫീച്ചറും കൂടി ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. ഏകദേശം 93.65% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഒക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. 2160 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 950 നിറ്റ്സ് ആണ്. അത്യാവശ്യം ചെറിയ ബെസൽസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ചിന്നിന്റെ സൈസ് വരുന്നത് 2.33 mm മാത്രമാണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 183 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.2 mm ആണ്. ഈ ഫോണിന്റെ വീഗൻ ലെതർ ബാക്ക് ബോഡിയുമായിട്ട് വരുന്ന ഒരു വെർഷനും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. ഇതിൽ ആസ്ട്രൽ ബ്ലാക്ക് അതുപോലെ തന്നെ ഒയാസിസ് ഗ്രീൻ എന്നീ 2 കളർ വേരിയൻസിൽ വീഗൻ ലെതർ ബാക്ക് ബോഡിയാണ് വരുന്നത്. സൺറൈസ് ബീഗ് എന്നുള്ള ഒരു കളർ വേരിയന്റും കൂടി വരുന്നുണ്ട്. അതിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ mediatek dimensity 7050 എന്ന പ്രോസസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്തൊരു പ്രോസസറാണ് എന്ന് പറയാം, അത്രേ ഉള്ളൂ. പിന്നെ മുമ്പ് ലോഞ്ച് ചെയ്തിട്ടുള്ള mediatek dimensity 1080 എന്ന പ്രോസസറിന്റെ ഒരു റീബ്രാൻഡഡ് വെർഷനാണ്. റിയൽമി 10 പ്രോ പ്ലസ് എന്ന ഫോണിൽ ഈ ഒരു mediatek dimensity 1080 എന്ന പ്രോസസറാണ് വന്നിട്ടുള്ളത്. അപ്പം പേര് കേൾക്കുമ്പോൾ ഈ ഒരു ഫോണിൽ അപ്ഗ്രേഡഡ് പ്രോസസറൊക്കെ വരുന്നുണ്ട് എന്ന് തോന്നിയേക്കാം. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. ഏകദേശം സെയിം ആയിട്ടുള്ള പ്രോസസർ തന്നെയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അപ്ഗ്രേഡ് എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസർ ഉപയോഗിച്ചിരുന്നതിൽ കുറച്ചും കൂടി നന്നായതിനെ. എന്തായാലും പ്രോസസറിന്റെ കാര്യത്തിൽ റിയൽമി 10 പ്രോ പ്ലസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ അപ്ഗ്രേഡ്സ് ഒന്നും വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര ബെസ്റ്റ് പ്രോസസർ എന്ന് പറയാൻ പറ്റില്ല. തരക്കേടില്ലാത്തൊരു പ്രോസസർ, അത്രേ ഉള്ളൂ. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 9 5G ബാൻഡ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ ബേസ് വേരിയന്റിൽ തന്നെ 8GB റാമും 256GB ഇന്റേണലൊക്കെ വരുന്നുണ്ട്. 12GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xന്റെ റാമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പും കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഇതിൽ കൊടുത്തിട്ടില്ല. ഡൈനാമിക് റാം എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 12GB റാം വരെ എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈറസ് ഓഡിയോ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും 3.5 mm ഓഡിയോ ജാക്ക് ഒക്കെ മിസ്സിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ വലിയൊരു കംപ്ലൈന്റ് ആയിട്ട് പറയുന്നില്ല. പിന്നെ Android 13 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 200 മെഗാപിക്സലിന്റെ f1.69 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സാംസങ് HP3യുടെ സെൻസറാണ്. ഇതിൽ OIS എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. രണ്ടാമത് 8 മെഗാപിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ മൂന്നാമത് 2 മെഗാപിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു മാക്രോ ലെൻസും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 32 മെഗാപിക്സലിന്റെ f2.45 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. റിയൽമി 10 പ്രോ പ്ലസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടിന് ഒരു അപ്ഗ്രേഡ് ഇതിൽ വരുത്തിയിട്ടുണ്ട്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ തരക്കേടില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിന്റെ 8GB റാം വെർഷന്റെ വില വരുന്നത് 27,999 രൂപയാണ്. അതുപോലെ തന്നെ 12GB റാം വെർഷന്റെ വില വരുന്നത് 29,999 രൂപയാണ്. ജൂൺ 15 മുതലാണ് സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാങ്ക് ഓഫേഴ്സൊക്കെ കഴിഞ്ഞിട്ട് 2000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഫ്ലിപ്കാർട്ട് വഴിയും അതുപോലെ തന്നെ realme.com വഴിയുമാണ് ഈ ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി 11 പ്രോ പ്ലസ് എന്ന ഫോണിൽ തരക്കേടില്ലാത്ത ചില നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ റിയൽമി 10 പ്രോ പ്ലസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ അപ്ഗ്രേഡ്സ് ഉണ്ടോ എന്ന് വെച്ചാൽ അതിന് മാത്രം വലിയ അപ്ഗ്രേഡ്സ് ഇല്ല. കാര്യമായിട്ട് ക്യാമറയുടെ കാര്യത്തിൽ 200 മെഗാപിക്സൽ ആക്കി എന്നുള്ളതാണ് അപ്ഗ്രേഡ് ആയിട്ട് വരുന്നത്.
പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ കേർഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോണാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിന് പകരം റിയൽമി 11 Pro എന്ന ഫോൺ നോക്കാവുന്നതാണ്. ആ ഒരു ഫോൺ 24,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് 200 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറ സെൻസറും കൂടി വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഫോൺ നോക്കിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ റിയൽമി 11 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ ആയിരിക്കും. എന്തായാലും റിയൽമി 11 Pro Plus എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം തിരക്കുകളില്ലാത്ത ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്, വിലയും അത്യാവശ്യം വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.